बिहार की धरा पर बहुत तो बिहार वाली ND അതിൻ്റെ ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും ചേർത്തുകൊണ്ട് കേരളത്തിൽ മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള അതിശക്തിയായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം നേതൃത്വം നൽകുന്നതാണ് യഥാർത്ഥ രാഷ്ട്രതലത്തിൽ. അവരാണ് VD സതീശനും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസും ചെയ്യുന്നു. ഈ രണ്ടിനും എതിരായിട്ട് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ആഘോഷങ്ങളും അല്ലെങ്കിൽ അവിടെ മതാചാരങ്ങളും നടക്കുന്ന സ്ഥലത്ത് ഒരു കട പോലും അവിടെ തുടങ്ങാൻ സാധിക്കുമോ? ജനാധിപത്യം എവിടെ ഇരിക്കുന്നത്? അവിടെ മതാധിപത്യമാണ്. അവിടെ അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനിഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കൂടെ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. നിങ്ങൾക്ക് അതാ പറയേണ്ടി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണ് പറഞ്ഞ ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ വർഗീയവാദിയാവും. ഇതൊക്കെ അടുത്ത ഇലക്ഷന്റെ ചൂട് തുടങ്ങി. ആരായിരിക്കും വരുന്നത് സർ? അടുത്ത വോട്ട് പിണറായി വിജയനുള്ള വോട്ടാണ്. പിണറായി വിജയൻ എന്നുള്ള CPM-നുള്ള വോട്ടെന്നല്ല, പിണറായി വിജയൻ എന്നുള്ള ഭരണാധികാരിക്കുള്ള വോട്ടാണ്. പിണറായി വിജയൻ എന്നുള്ള ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ശക്തരായ ഹേറ്റേഴ്സ് പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ കഷത്തിലാണ് കോൺഗ്രസ്. BJP രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ അല്ല, സീറ്റാണ് പ്രധാനം. ഈ ഒരു സാഹചര്യത്തിൽ BJP അങ്ങോട്ട് തീരുമാനിക്കുകയാണ് CPM-നെ ജയിപ്പിക്കാൻ.